ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്നും ഹെഡോണിക് ട്രെഡ്മിൽ എന്നും അറിയപ്പെടുന്ന കൗതുകകരമായ ഒരു സൈക്കോളജി തിയറിയെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരുപാട് ആഗ്രഹിച്ച് സ്വന്തമാക്കിയാലും ധാരാളം നേട്ടങ്ങൾ കൈവരിച്ചാലും ആദ്യം ഉണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും കുറച്ചു കഴിഞ്ഞ് കുറഞ്ഞു വരുന്നു. അതുപോലെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും തിരിച്ചടികളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടായാലും കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ പോയ സന്തോഷം സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തുന്നു. ഇതെന്തുകൊണ്ടാണെന്നാണ് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന തിയറി വിശദീകരിക്കുന്നത്. ജീവിതത്തിലെ മാറ്റങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള നമ്മുടെ തലച്ചോറിൻ്റെ സ്വാഭാവിക പ്രവണതയാണിത്. ഓരോ വ്യക്തിക്കും ഇതനുസരിച്ച് അടിസ്ഥാനപരമായി ഒരു സ്റ്റേബിൾ ലെവൽ ഓഫ് ഹാപ്പിനെസ് ഉണ്ട്. ജീവിതത്തിൽ പോസിറ്റീവോ നെഗറ്റീവോ ആയി എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലും അത് താൽക്കാലികമായി മാത്രമേ ഓരോരുത്തരുടെയും സന്തോഷത്തിൽ മാറ്റം വരുത്തുന്നുള്ളൂ. ജീവിതാനുഭവങ്ങളും സാഹചര്യങ്ങളും ബേസ് ലൈൻ ഓഫ് ഹാപ്പിനെസ്സിൽ എത്ര വ്യത്യാസം കൊണ്ടുവന്നാലും കുറച്ചു കാലത്തിന് ശേഷം ആളുകളുടെ സന്തോഷം അവരുടെ അടിസ്ഥാന ഹാപ്പിനെസ് ലെവലിലേക്ക് തിരികെ എത്തുന്നു. അതാണ് ഹെഡോണിക് ട്രെഡ്മിൽ എന്ന് ഈ തിയറി അറിയപ്പെടുന്നതിന് കാരണം. നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നമ്മുടെ സന്തോഷം സ്ഥിതി ചെയ്യുന്നത് അതേ സ്ഥലത്ത് തന്നെയാണ്. ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് 1971 ഫിലിപ്പ് ബ്രിക്മാൻ, ഡൊണാൾഡ് ടി ക്യാമ്പൽ എന്നീ രണ്ട് മനഃശാസ്ത്രജ്ഞരാണ്. പിന്നീട് 1978 ബ്രിക്മാൻ മറ്റ് രണ്ട് മനഃശാസ്ത്രജ്ഞരുമായി ചേർന്ന് ഈ വിഷയത്തിൽ ആഴമേറിയ ഒരു പഠനം നടത്തി. ലോട്ടറി ജേതാക്കളായ ആളുകളുടെ ഒരു ഗ്രൂപ്പിലും പലവിധ കാരണങ്ങളാൽ ശരീരത്തിന് പാരാലിസിസ് വന്ന ആളുകളുടെ രണ്ടാമതൊരു ഗ്രൂപ്പിലുമാണ് അവർ പഠനം നടത്തിയത്. പഠന റിപ്പോർട്ട് ഇങ്ങനെയാണ്: ലോട്ടറി ജേതാക്കളായ ആളുകൾ ആദ്യം അതീവ സന്തോഷത്തിലായിരുന്നതുപോലെ പാരാലിസിസ് വന്നവർ തുടക്കത്തിൽ അതീവ ദുഃഖത്തിലുമായിരുന്നു. എന്നാൽ ഏകദേശം ഒരു വർഷത്തിന് ശേഷം അവരെല്ലാവരും തന്നെ തങ്ങളുടെ പഴയ സന്തോഷ നിലയിലേക്ക്, അതായത് സെറ്റ് പോയിന്റ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് തിരികെ വന്നതായി കാണപ്പെട്ടു. 2003 വിവിധ മനഃശാസ്ത്രജ്ഞർ പല പഠനങ്ങളിലൂടെ വിവാഹം, വിവാഹമോചനം, വൈധവ്യം, പണം, കരിയറിലെ നേട്ടങ്ങൾ തുടങ്ങിയ പ്രധാന ജീവിത സംഭവങ്ങൾ എങ്ങനെയാണ് ആളുകളുടെ ദീർഘകാല സന്തോഷത്തെ സ്വാധീനിക്കുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. ജീവിതാനുഭവങ്ങൾ സന്തോഷത്തിൻ്റെ കാര്യമായ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ടെങ്കിലും ആളുകൾ കാലക്രമേണ അവരുടെ സന്തോഷത്തിൻ്റെ അടിസ്ഥാന ലെവലിലേക്ക് തിരിച്ചെത്തുന്നതായി അവർ കണ്ടെത്തി. ഓരോ സംഭവത്തിനനുസരിച്ച് ഈ പൊരുത്തപ്പെടലിൻ്റെ വേഗതയും വ്യാപ്തിയും വ്യത്യാസപ്പെടുന്നുവെന്നും അവർ മനസ്സിലാക്കി. മനുഷ്യരുടെ ശ്രദ്ധ എവിടെയാണെന്നുള്ളതും അവരുടെ പ്രതീക്ഷകളും ഹെഡോണിക് അഡാപ്റ്റേഷനിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു പ്രമോഷൻ, പുതിയ ബന്ധം എന്നിവ പോലുള്ള പോസിറ്റീവായ കാര്യങ്ങൾ ആളുകളുടെ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും പുതിയ സാഹചര്യങ്ങളുമായി പരിചിതരാകുമ്പോൾ അവരുടെ ശ്രദ്ധ പതുക്കെ പുതിയ പുതിയ കാര്യങ്ങൾ തേടുകയും പുതിയ പ്രതീക്ഷകളിലേക്ക് മാറുകയും ചെയ്യുന്നതനുസരിച്ച് അത് അവരുടെ സന്തോഷത്തെ ബേസ് ലൈൻ ഓഫ് ഹാപ്പിനെസ്സിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഈ ശ്രദ്ധയിലും പ്രതീക്ഷകളിലുമുള്ള ഷിഫ്റ്റ് ഹെഡോണിക് അഡാപ്റ്റേഷനിലെ ഒരു നിർണായക കാരണമാണ്. നാം അറിയാതെ തന്നെ നാം സന്തോഷം അനുഭവിക്കുന്നത് താരതമ്യത്തിലൂടെയാണ്. ഉദാഹരണത്തിന്, ഒരു ശമ്പള വർധനവ് സന്തോഷകരമാവുന്നുണ്ടെങ്കിലും തുടർന്ന് കുറച്ചു കഴിയുമ്പോൾ മറ്റെല്ലാവർക്കും അതുണ്ടാവുമ്പോൾ അതൊരു സ്പെഷ്യൽ ഫീലായി തോന്നുന്നത് കുറയുകയും സന്തോഷം മങ്ങുകയും ചെയ്യുന്നു. നമ്മുടെ തലച്ചോറിന് ആവർത്തിച്ചുള്ള കാര്യങ്ങളിൽ ആവേശവും താല്പര്യവും കുറഞ്ഞു വരുന്നു. അതോടൊപ്പം സന്തോഷവും കുറയുന്നു. ഇത് മനസ്സിലായാൽ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താനായി ഒന്നിനു പുറകെ മറ്റൊന്ന് ആഗ്രഹിച്ച് അതിനു പിന്നാലെ പോകുന്ന ആ ട്രാപ്പിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് കഴിയും. ജീവിതത്തിൽ തിരിച്ചടികളും ദുഃഖങ്ങളും ഉണ്ടാവുമ്പോൾ അത് നൽകുന്ന വേദന എന്നേക്കുമുള്ളതല്ല എന്ന ബോധ്യത്തോടെ അത് നേരിടാനും ജീവിതത്തിൽ മുന്നോട്ട് പോവാനും സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സന്തോഷം നൽകുന്ന കാര്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്താനും അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ അറിവ് നമ്മെ സഹായിക്കും. ഹെഡോണിക് അഡാപ്റ്റേഷൻ എങ്ങനെ മന്ദഗതിയിലാക്കാമെന്നും മനുഷ്യരുടെ സന്തോഷത്തിൻ്റെ ദൈർഘ്യം കൂട്ടാമെന്നും നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കൃതജ്ഞത പരിശീലിക്കുക. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും കൃതജ്ഞതയുള്ളവരാവുക. വൈവിധ്യങ്ങൾ ഉണ്ടാവുക. ദിനചര്യകളിൽ വൈവിധ്യങ്ങൾ ചേർക്കുക. യാത്രകൾ, വ്യത്യസ്ത അനുഭവങ്ങൾ എന്നിവ പോലുള്ള പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. മനുഷ്യബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കുന്ന സന്തോഷം നൽകുന്നു. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ജീവിതത്തിൻ്റെ വേഗത കുറയ്ക്കുക. വർത്തമാന നിമിഷം ആസ്വദിക്കുക. മൈൻഡ്ഫുൾനെസ് അറിയുക.
മറ്റുള്ളവരെ സഹായിക്കുക. അത് ആഴമേറിയതും നിലനിൽക്കുന്നതുമായ സന്തോഷം നൽകുന്നു. അതുകൊണ്ട് ഹെഡോണിക് അഡാപ്റ്റേഷൻ എന്ന തിയറി നമ്മെ പഠിപ്പിക്കുന്ന പ്രധാന സത്യം ഇതാണ്: ഒരു കാര്യം നേടിയാൽ അടുത്ത അതിലും വലുതൊന്നിനെ നമുക്ക് പിന്തുടരാം. എന്നാൽ ആ പിന്തുടരുന്നതിലോ വലിയ നേട്ടങ്ങളിലോ അല്ല യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. മറിച്ച് ജീവിതത്തിൽ ഈ നിമിഷത്തിലാണ്, നമ്മെ കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലുമാണ്. ഓരോ നിമിഷത്തെയും ശ്രദ്ധയോടെ വിലമതിക്കുന്നതിലും പൂർണ്ണമായും അതിൽ ജീവിക്കുന്നതിലുമാണ്. താങ്ക് യു.